പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്, അതായത് തേജസ് എഴും നിൻ മുഖം എൻ ഹൃദയത്തിൻ ആനന്ദമേ. സാഹിത്യത്തിൽ കവിത എഴുതുന്ന പോലെ അല്ല ഇത്, അതിന് പ്രതിഭയുണ്ടായാൽ മതി. ഭക്തി ഉണർവ് ഗാനങ്ങൾക്ക് പ്രതിഭയുണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് അതിന് അഭിഷേകമാണ് വേണ്ടത്. ഉണർവ് ഗാനങ്ങൾ ഈ നമ്മുടെ കൃപാസനത്തിലൊക്കെ പാടുന്നത് അഭിഷേക ഗാനങ്ങളാണ്. ഉണർവ് ഗാനങ്ങളുടെ അടുത്ത തലമുറയാണ് അഭിഷേക ഗാനങ്ങൾ. അത് നന്നായിട്ട് ദൈവസ്നേഹമുള്ളവരിൽ കണ്ണ് നിറഞ്ഞ് ഒക്കെ അഭിഷേകം ഉണ്ടാകും. ആ സമയത്ത് തന്നെ ആ ഒറ്റ പാട്ടുകൊണ്ട് തന്നെ ഒരു ധ്യാനത്തിൻ്റെ ദൈവാനുഭവം പ്രാപിക്കും. അഭിഷേക ഗാനങ്ങളുടെ ഗുണമെന്ന് പറയണത് അത് എഴുതുന്ന ആൾക്ക് അഭിഷേകം ഉണ്ടാകും. അതിൻ്റെ ഒരു ഹാൻഡ്സെറ്റ് ഉള്ളവർക്ക്, മദർ ബോർഡുള്ളവർ, ആ അഭിഷേക തലമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത് സ്പർശിക്കുകയും ചെയ്യും. ആന്തരികമായ ദൈവാനുഭവം, ഇമ്മീഡിയറ്റ് ദൈവാനുഭവം ഉണ്ടാക്കും. അതാണ് അഭിഷേക ഗാനങ്ങളുടെ പ്രത്യേകത. ഉണർവ് ഗാനങ്ങൾ സഭയിൽ വന്നതിന് ശേഷമാണ് ഈ അഭിഷേക ഗാനങ്ങൾ വരുന്നത്. നമ്മൾ പുറത്ത് കേൾക്കുന്നതൊക്കെ ഭക്തിഗാനങ്ങളാണ്. ഭക്തിഗാനങ്ങൾക്ക് ഭക്തി ഉണ്ടാകുമെന്നേ ഉള്ളൂ. ആ ഭക്തി എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. അതൊരു ഔട്ട് ഓഫ് ദി പേഴ്സൺ വികാരമാണ്. നമ്മുടെ ദൈവത്തിന് പുറത്ത് ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭക്തി. ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തിൽ നിന്നും ഭക്തി, ആരാധന, ഭയമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഭക്തി ഉണ്ടാകും. ആ ഭക്തി ഒരു റിലേഷനാണ്, ബന്ധമാണ്. അത് നിങ്ങൾ നിലനിർത്താൻ, ദൈവത്തിൻ്റെ ബന്ധം നിലനിർത്താൻ പറ്റും. അഭിഷേക ഗാനം ഇത് പ്രസൻസാണ്, അത് വ്യത്യാസമുണ്ട്. അഭിഷേക ഗാനം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡുകൾക്കുള്ളിൽ ഈ എലിസബത്തിൻ്റെ മറിയത്തിൻ്റെ അഭിവാദനത്തിൻ്റെ അതേ വൈബ് എലിസബത്തിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർ രണ്ടൊക്കെ ഒരേ സമയം തന്നെ അഭിഷേകം അനുഭവിക്കാൻ പറ്റിയത്, അല്ലേ? അതുകൊണ്ട് ഈശോയും പറയും, നിങ്ങൾക്കതിൻ്റെ ഇതുണ്ടോ എന്ന് ചോദിക്കുമോ. അതായത് ദൈവത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ഇമ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ഒരു ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഈശോ പറയണത്, എന്താണ്, നിങ്ങൾ ഒരു സമാധാനം ആശംസിച്ചാൽ സമാധാനത്തിൻ്റെ ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ കുടികൊള്ളും, ഇല്ലെങ്കിൽ റിട്ടേൺ അടിക്കുമെന്ന്. അത് നമുക്ക് ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ റിട്ടേൺ അടിക്കണം അറിയാൻ പറ്റും. ഞാൻ അത് ടേക്ക് ദ ബെഡ് കുറച്ചുകൂടി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ മഹത്വം ഹല്ലേലൂയ. ലൂക്ക 10:5-6 നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അതാണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. ദൈവാനുഭവത്തിന് ഒരു ഹാൻഡ്സെറ്റും മദർ ബോർഡും ഉണ്ട്. നമുക്ക് ഫോൺ എടുക്കുമ്പോൾ, പണ്ടൊക്കെ ഫോണില്ലേ, അതിന് ഒരു മദർ ബോർഡ് ഉണ്ടാവും, ഒരു ഹാൻഡ്സെറ്റും ഉണ്ടാവും, ഇല്ലേ? ഈ മദർ ബോർഡും ഹാൻഡ്സെറ്റും തമ്മിലൊരു വയർ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഇപ്പോഴത് വയർലെസ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മളിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉള്ള സ്ട്രക്ചർ ഉണ്ടാകണം. നമ്മൾ ഈ ഉടമ്പടിയിൽ ശ്രമിക്കുന്നത് ദൈവാനുഭവത്തെ റിസീവ് ചെയ്യാനുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യമാണത്. അല്ല ഞാൻ പത്രം കൊടുത്ത് രോഗികളെ കണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് നടക്കരുത്. ഇതൊക്കെ ശാസ്ത്രീയമായൊരു വശമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതായത് ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇതിൻ്റെ കർത്താവ് സമാധാനത്തിന് ദൂതനെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തോട് സഹകരിക്കാനുള്ള മനസ്ഥിതിയുണ്ട്. ദൈവവചനം വരുമ്പോൾ ദൈവവചനം നമ്മളിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് ഇപ്സഭാത്തോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന്
ദൈവവചനം ആരിലേക്ക് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അതായത് ദൈവവചനം ആരിലേക്ക് വരുന്നുവോ അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ദൈവവചനം വരുന്നത്, അപ്പം നമ്മൾ ദൈവപുത്രരാകണം. നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ദൈവവചനത്തിന് നല്ല ഒരു സ്വീകരിക്കാനുള്ള ഒരു സ്വീകാര്യക്ഷമത, അതിനാണ് നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ദൈവിക പുണ്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുക്കണേൻ്റെ കാര്യം അതാണ്. ഇതിനെല്ലാം ഒരു ആധ്യാത്മിക സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ തോതിലാണ് ഈ ഉടമ്പടി വർക്ക് ചെയ്ത് വരണത്. അപ്പം അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കലാണ്, പക്ഷേ അതിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു സാങ്കേതിക പശ്ചാത്തലത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് പെട്ടെന്ന് അത് ഈ ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:35. യോഹന്നാൻ 10:35. ദൈവവചനം പറഞ്ഞ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അപ്പം ദൈവവചനം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾക്ക് ദൈവവചനം നമുക്ക് ദൈവാരൂപിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അഭിഷേകം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകും, പെട്ടെന്നൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു നിലപാട് തറയെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യണ പോലെ എല്ലാത്തിനും ഒരു ലാൻഡിങ് പാഡ് ഉണ്ട്. ശരിക്കും ദൈവവചനത്തിൻ്റെ ലാൻഡിങ് പാഡ് കർത്താവ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന വിഷയമാണ്. ഈശോ പല പല ഭാഷകളിലാണ് ലാൻഡിങ് പാഡിനെ കുറിച്ച് പറയണത്. അതായത് നിലം എന്നൊക്കെ പറയും, പിന്നെ ഈശോ പറയും അർഹത എന്നൊക്കെ പറയും. 10:13 എടുത്ത് മത്തായിയുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:12-13. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ഈ ബ്ലെസ്സിങ്ങിൻ്റെ റിട്ടേൺ അടിക്കുന്ന പരിപാടി വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ കിട്ടാത്തതല്ല പ്രശ്നം, ഇത് നമുക്ക് സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്? കൊച്ചി തുറമുഖത്തേക്കാൾ എപ്പോഴും എല്ലാ ദിവസവും ട്രഡ്ജ് ചെയ്ത് അതിൻ്റെ ആഴം കൂട്ടിയിട്ടാണ് കപ്പലിനെടുക്കുന്നത്. എന്നാലും ഒരു സൈസ് കഴിഞ്ഞാൽ പിന്നെ ഉൾക്കൊള്ളാൻ പാടായിരിക്കും. അതുകൊണ്ട് ആഴക്കടലിൽ തന്നെ തുറമുഖം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഇരിക്കും നമ്മളുടെ കൃപയുടെ തോത് വർദ്ധിപ്പിക്കുക. തോത് എപ്പോഴും നമ്മൾ വിഷയം. നമ്മൾക്ക് ഈ 30% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. നിങ്ങൾ 30% ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 15% കിട്ടത്തുള്ളൂ. മത്തായി 13:8 എടുത്ത്. മത്തായി 13:8. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇതാണ് ഈ അർഹത എന്ന് പറയുന്നത്. ഇതാണ് നിലപാട് തറയെന്ന് പറയുന്നത്. അതായത് ബൈബിൾ എല്ലാം പറയണ ഒരു കാര്യം തന്നെയാണ്. വ്യത്യസ്ത ലാംഗ്വേജ്, വ്യത്യസ്ത മീഡിയ ഉപയോഗിക്കുന്നു, ബിംബങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആൾ. സംഭവം എല്ലാം ഒരു വിഷയമാണ്. ദൈവരാജ്യം എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഇതെല്ലാം. ഒറ്റ ദൈവരാജ്യവും പിന്നെ കടുകമണിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്നാ പറയണത്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 13:31-32. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനെയും കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. ഈശോ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ളൊരു സിംഗിൾ കോൺസെപ്റ്റിലാണ്. നമ്മൾ ഉടമ്പടി എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ഫലത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉടമ്പടി പോലെ ലോകത്തിൽ ഇത്രയും ലാർജ് സ്കെയിലിൽ മനുഷ്യർക്ക് ഭൗതിക സാക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രാർത്ഥന എൻ്റെ അറിവിലില്ല. അത്രയും ഫാസ്റ്റാണിത്. തന്നെയല്ല ഇത് ഒപ്പം മനുഷ്യനെ വചനത്തിൽ വളർത്തുന്നു. വേനെ പോലെ കേട്ടു അനുഗ്രഹം പ്രാപിച്ചു ഒരു അപേക്ഷ കത്തെഴുതി പോകുന്ന മിനിമം പ്രോഗ്രാമല്ല. കേട്ടവൻ പതുക്കെ
സുവിശേഷം സ്വീകരിക്കുകയും സുവിശേഷത്തിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയും വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിന് സാക്ഷിയായി ജീവിക്കുന്ന ഒരു സമാന്തര ജീവിതമുണ്ട്. നവീനക്ക് പക്ഷേ അതുണ്ടാകത്തില്ല. അപ്പോൾ ഇത് സഭയിൽ വരുന്നിരിക്കുന്ന അവസാനത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രെയറാണ്. ഈ ആപ്ലിക്കേഷൻ പ്രെയർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആപ്ലിക്കേഷൻ പ്രെയറിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സതീഷ് അങ്ങനെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ല. സതീഷിൻ്റെ സാക്ഷ്യം ഒരു 5 മിനിറ്റേ മറ്റേ ഉള്ളൂ. പക്ഷേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഈ സതീഷിൻ്റെ സാക്ഷ്യം ഇയാൾ പറയുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാൻ സാക്ഷ്യം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ ഒരു റിലേഷനുമില്ല, ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു റിലേഷനുമില്ല. അയാൾക്ക് ഒരു കേവല മനുഷ്യനാണ്. ഈ കേവല മനുഷ്യൻ അയാളുടെ സാക്ഷ്യം, അയാളെ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്ത ഒരു സാക്ഷ്യം, അയാളുടെ ഒരു സങ്കടം അയാൾക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ ഇവിടെ സോറിയാസിൻ്റെ ഒരു വീക്കാണ് ഈ ആഴ്ച. കാര്യം ശരീരം മുഴുവനും സോറിയാസിസ് വന്ന് പഴുത്ത് പുണ്ണായി ഈച്ച വാർത്ത് ഇങ്ങനെ നീറി വെന്ത് ഒരു ദുരന്തമായിട്ട് ജീവിക്കണ ആൾക്കാരാണ് സോറിയാസിസ്. വന്ന് നോക്കണം. അപ്പോൾ അത് ചെറിയ ചൊറിച്ചിൽ പോലും വന്നാൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ശരീരം മുഴുവനായി വരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ തന്നെ വെറുത്ത് പോകും. ഞാൻ എപ്പോഴും ഓർക്കും, ഈ ജോബിനൊക്കെ പഴയ നിയമത്തിൽ വന്നത് സോറിയാസിസ് ആണെന്ന് ഓർക്കും ചില സമയത്ത്. അയാളിങ്ങനെ കമ്പോടൊക്കെ കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കണില്ലേ, ശരീരം മുഴുവൻ ഇങ്ങനെയായി ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ സതീഷ് ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇവൻ്റെ സങ്കടങ്ങളെല്ലാം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്യുന്നറിയാം, കൂട്ടുകാരെന്ത് ചെയ്യുക, കൂട്ടുകാർ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അയക്കുന്ന ഒരു ലിങ്ക് ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന ഒരു സാക്ഷ്യത്തിൽ ലിങ്കായിരിക്കും അത്. പക്ഷേ അതിലൂടെ ദൈവം നിങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന മഹാകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കൈമാറ്റത്തിന്റെ വലിയ ചാലകങ്ങളാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ തേജസ്സിൽ നിൻമുഖവിൽ ഹൃദയത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ദൈവത്തിൻ്റെ അടുത്ത് മനുഷ്യൻ്റെ, അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ സോറിയാസിസായി ജീവിതം തന്നെ വെറുത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ സാക്ഷ്യം അയച്ചു കൊടുക്കുന്നത്. സാക്ഷ്യം ഇയാളിങ്ങനെ കേട്ട്, ഒന്നാമത്തെ സാക്ഷ്യം കേട്ട് രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് ഇങ്ങനെ മയങ്ങുമ്പോൾ പെട്ടെന്ന് അയാൾ മയങ്ങിപ്പോവും. അപ്പോൾ ശിരസ്സിൽ കവചമിട്ട, തലയെ തുണിയിട്ട ഒരു സ്ത്രീ വന്ന് ഈ മയക്കത്തിൽ ഇയാളെ ശിരസ്സിങ്ങനെ തലോടിക്കൊണ്ട് പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളുടെ സോറിയാസിസിൻ്റെ വേദനയും കരിയുമൊക്കെ കുറഞ്ഞ് വരും. അപ്പോഴദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യും. ഫസ്റ്റ് ടൈം ഫീൽ ചെയ്യും. സോറിയാസിസിൻ്റെ കരിവും ചൊറിച്ചിലും കുറഞ്ഞ് വരും. അയാൾ പറഞ്ഞ് 75% കുറഞ്ഞെന്നാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സാക്ഷ്യം കേട്ട സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പാലക്കാട് നിന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴേക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ശിരസ് തലോടിയ ആ തലയെ തുണിയിട്ട ആളിവിടെ ഇരിപ്പുണ്ടെന്ന്. സന്നിധിയിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധന യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേ നിൻമുഖവും ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഈ മനുഷ്യ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയണം, എൻ്റെ അമ്മ എനിക്ക് 75% ഇപ്പോൾ കുറവുണ്ട്, എൻ്റെ പരുക്കളെല്ലാം ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദനയും കുറഞ്ഞ്, എനിക്ക് ഇത് പൂർണ്ണമായിട്ടൊന്ന് അമ്മ മാറ്റിത്തരണം. ഞാനത് വിശ്വസിക്കുന്നു, അമ്മയ്ക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുതി ഉടമ്പടി ചെയ്ത് അയാൾ വീട്ടിൽ ചെന്ന് അപ്പോൾ പിന്നീട് 5-6 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് അയാൾ അത് സുഖപ്പെട്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടത്, ഇയാൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇയാൾക്ക് സംഭവിക്കുന്നു, ഇയാൾ പറയണത് എനിക്ക് ദർശനങ്ങൾ കൂടിക്കൊന്ന് സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയെന്നാണ്. കാര്യം അതായത് ഞാൻ ഇന്നുവരെ മനസ്സിലാക്കി, എൻ്റെ ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഇത് ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ പ്രയറാണ്, പ്രാർത്ഥനയാണ്. നിങ്ങൾ സ്വപ്നമെന്ന് പറയുമ്പോൾ ദൈവം അനാദികാലം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മീഡിയയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം ജഡികമാകണത് നിങ്ങൾ ജഡികമായത് കൊണ്ടാണ്. സ്വപ്നം ജഡികമാണ്, എല്ലാവർക്കും 90% സ്വപ്നം ജഡികമാണ്. അത് നിങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടാത്ത ആസക്തികളെ നിങ്ങൾ സമ്മർദ്ദത്തിൽ വെച്ചിട്ട് ആണ് അങ്ങനെയുള്ള ജഡിക സ്വപ്നങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ സപ്ലിമെൻ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ കാണും. യു വിൽ ബി ഇൻ ദ ഡിവൈൻ മെലിയോ, ദൈവിക മേഖലയിലേക്ക് നിങ്ങൾ വരൂ. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഇന്ദ്രിയങ്ങളെ നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകണമേ. നിന്റെ അടയാളങ്ങള്, കാൽപ്പാടുകള്, കയ്യൊപ്പുകള് എനിക്ക് സ്പർശന വിധേയമാകാൻ എന്റെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ അഭിഷേകം നിറക്കണമേ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ദേവതാവേ നന്ദി, ദേവതാവേ ആരാധന. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടി കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ആവർത്തിച്ച് വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ
സ്നേഹത്തോടെ ഭാഷാപരത്തോടെ ഭാഷാപരത്തോടെ ദൈവം ഇറങ്ങട്ടെ, സ്പർശിക്കട്ടെ, സ്പർശിക്കട്ടെ. മാരക രോഗങ്ങള്, പീഡാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നും ആത്മാവേ, പരിശുദ്ധാത്മാവേ, നീ നിലനിൽക്കേ. എൻ്റെ പൊന്നുമക്കളെ, പരിശുദ്ധാത്മാവ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് നമ്മൾ ആക്ടിവേഷൻ ഓഫ് കവനൻ്റ് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനത്തിലാണ് സംഭവിക്കുന്നത്. ഇന്ധനം കത്തുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫയർ ആകത്തില്ലേ? ഇപ്പോൾ ഒരു തുള്ളി പെട്രോൾ ചീറ്റി വീഴുമ്പോൾ ആ ഫയർ കത്തിപ്പിടിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ട് വീലിനെ കറക്കും. അങ്ങനെ ബൈക്ക് പിന്നെ മുന്നോട്ട് പോകും. അതുപോലെ ഉടമ്പടി ഫയർ ആകണത് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, നല്ലതാണ്. കാര്യം പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നിലവിലുള്ള സംവിധാനങ്ങൾ കുദാശകളാണ്. പിന്നെയുള്ള സംവിധാനങ്ങൾ വ്യത്യസ്തങ്ങളായ ധ്യാന രീതികളാണ്. എന്തൊക്കെയാണത്? പ്രാരംഭധ്യാനം, വളർച്ചാധ്യാനം, ആന്തരികസൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം. ഈ വരദാനങ്ങളുടെ ധ്യാനത്തിൻ്റെ സെക്ഷനിൽ അപ്പോൾ നമ്മളൊരു 2.5 കൊല്ലം പിന്നിട്ടിരിക്കും. ധ്യാന പരിചരണത്തിൽ ആണ് നമുക്ക് ദർശനങ്ങൾ ലഭിക്കണത്, സ്വപ്നങ്ങൾ ഉണ്ടാകണത്. അപ്പം അത്രയും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഈ സതീശ് പറയണത് എന്താണെന്നറിയാമോ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വന്ന് കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അതായത് നമ്മൾക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വരുമ്പോൾ അതിനർത്ഥം അതിലൊന്ന് നമ്മളെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ ആയെന്നാണ് എൻ്റെ അർത്ഥം. നിലപാട് തറയെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിലം നല്ല നിലമായിരിക്കുന്നു, ദൈവത്തിന് കമ്മ്യൂണിക്കബിളായി. നീ കവനൻറ്റിൻ്റെ കമ്മ്യൂണിക്കബിളാകുന്ന ഒരു തലമാണത്. എന്നുവെച്ചാൽ നിങ്ങളിൽ അതിൻ്റെ മദർ ബോർഡുണ്ട്, അതിൻ്റെ ഒരു പാർട്ട് നിങ്ങളിലുണ്ട്. ദൈവത്തിന് കമ്മ്യൂണിക്കേഷനായി നിങ്ങളുമായിട്ട്. അപ്പോൾ ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ദാറ്റ് മീൻസ് അത്
ദർശനങ്ങളും സ്വപ്നങ്ങളും കവനൻ്റിൽ പ്രസൻസിൻ്റെ ഭാഗമാണ്. കാര്യം പ്രസൻസ് ആണല്ലോ കവനൻറ്റിൻ്റെ എല്ലാ പ്രാർത്ഥനകളും കവനൻറ്റിനെ വ്യത്യസ്തമാക്കുന്നത് പ്രസൻസാണ്. എന്താണ് കവനൻറ്റിൻ്റെ അകത്ത് ഇപ്പോൾ പുറപ്പാട് 33:14 അതുപോലെ തന്നെ ജോഷുവ 1:9 എന്താ പറയണത്? പുറപ്പാട് 33:14 പറയണത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. കവനൻറ്റിലുള്ളതാണ് പ്രസൻസ്, സാന്നിധ്യം. പിന്നെ എന്താണ് ജോഷുവയിൽ എന്താ 1:9 പറയണത്? ഐ കം വിത്ത് യു വേർ എവർ യു ഗോ. സാന്നിധ്യത്തിൻ്റെ വിശാലത വരണത് അങ്ങനെയാണ്. നീ എവിടെ പോയാലും, ദാറ്റ് മീൻസ് ICUലായി നീ ബോധം കെട്ട് വെന്റിലേറ്ററിൽ കിടന്നാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ശ്രുതികട ഹല്ലേലൂയ. കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. അതായത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നീ കർത്താവിൻ്റെ വചനങ്ങളെ സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങുന്ന സമയമുണ്ട്. അപ്പോഴാണ് കവനൻ്റെ റൈപ്പാകുന്ന അപ്പോഴാണ്. അതൊക്കെ അത് നിങ്ങളുടെ കാലാവസ്ഥകൾ നിങ്ങൾക്കത് വിവേചിക്കണം. അതായത് കവനൻ്റെ പാകമായി ഇപ്പോൾ ഒരു പഴം നമ്മൾ ഇപ്പം മാങ്ങ, ഉണ്ണി മാങ്ങ എന്നൊക്കെ പറയും, പിഞ്ചെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പിഞ്ച്, പിന്നെ ഉണ്ണി മാങ്ങ, പിന്നെയാണത് പഴം മാങ്ങയായിട്ടൊക്കെ വരണത് പഴുത്ത് വരുമ്പോൾ അല്ലേ? പിന്നെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. കവനൻ്റെ അതായത് ഒരു റൈപ്പാകുന്ന ഒരു സംഭവമുണ്ട്. ആ സമയത്താണ് എന്താണ് നമ്മൾക്ക് സന്തോഷമുണ്ടാകും. ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നിങ്ങളുടനെ അളിഞ്ഞ മോന്തമായിട്ടാണ് പലരും പോണത്. പത്രവും കഷത്തിൽ വെച്ച് അളിഞ്ഞ മോന്തമായിട്ട് എങ്ങനെയെങ്കിലും ആരുടെങ്കിലും പെട്ടെന്ന് കെട്ടി വെക്കണം. അതാ സംഭവം. എന്നിട്ട് ഈ കള്ളന്മാർ കക്കാമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വരും കണ്ടാന്നൊക്കെ. കള്ളന്മാർ പത്രം കൊണ്ട് പോകണ്ടേ? ഒത്തിരി പേര് കാണുമ്പോൾ അറിയാൻ പറ്റും. അവർക്ക് പേടിയാണ് ആൾക്കാരെ. ഈ പത്രം ആരെ കെട്ടി ഏൽപ്പിക്കുക, അവർ വാങ്ങിക്കുക, അവർ നമ്മളെ വഴക്കിടുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടാർഗറ്റ് തന്നിരിക്കുന്നത് പ്രോജക്റ്റ് പത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രൊമോട്ട് ചെയ്യുന്ന അതിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കേമന്മാരാണല്ല, 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവൻ കളക്ടറാണെന്ന് പറഞ്ഞാൽ നടക്കണത്. ഇപ്പം അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങൾ ആഭിജാത്യമുള്ളവരാണ്, ബ്ലൂ ബ്ലഡാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ? അപ്പോൾ ഇവർക്കൊന്നും മെയ് അനങ്ങിയിട്ട് കർത്താവിൻ്റെ ജോലി വിനയത്തോടെ എളിമയോടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസികളെ ആദ്യം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഉടമ്പടിയിൽ. എന്നുവെച്ചാൽ അതായത് നമ്മൾക്കുണ്ടാകുന്ന ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഇടങ്ങളെ ഉടമ്പടി ആദ്യമേ തന്നെ പൊട്ടിച്ച് കളയും. എന്ത് പറയും? ആശുപത്രി പോകണം, ഗവൺമെൻറ് ആശുപത്രി തന്നെ നോക്കി പോകണം, അല്ലാതെ പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോയിട്ട് AC റൂമിൽ പോയിട്ട് ആൻറ്റിനെ കണ്ടുവെച്ചാൽ പോന്നിട്ട് ഞാൻ രോഗിയെ കണ്ടെന്നൊന്നും പറയരുത്. അത് നിങ്ങളുടെ പ്രൈവറ്റ് ബിസിനസ്സാണ്. പാവത്തങ്ങൾ ജീവിക്കണ ഗവൺമെൻറ് ആശുപത്രി പോകണം. അവരവിടെ ഭക്ഷണം കഴിക്കാത്ത ഒരു ബൈസ്റ്റാൻഡേഴ്സ് കാണും. അവർക്ക് ആശുപത്രിയിൽ നിന്ന് ഭക്ഷണം രോഗികൾക്ക് കിട്ടും, ബൈസ്റ്റാൻഡറിന് കിട്ടത്തില്ല. നിങ്ങളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ എഴുന്നേൽക്കണം. ചിലർ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കും, സ്കൂട്ടർ സൈക്കിളെ വെച്ച്. ആ അമ്മ ചമ്മന്തി അരക്കുമ്പോൾ നിങ്ങളുടെ കൂടണം. ഞാൻ യൂത്തിനോടാണ് പറയണത്, 40% യൂത്താണേ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ അവർ നല്ല മക്കളാണ്, ബുദ്ധിയുള്ള മക്കളാണ്, കൃപയുള്ള മക്കളാണ്. പക്ഷെ അവർക്ക് കാര്യം പറഞ്ഞാൽ അവർ ഇടിവെട്ടി പറയും. അപ്പോൾ നിങ്ങളെ അമ്മ ചെയ്യുമ്പോൾ ഈ ആശുപത്രിക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അമ്മയുടെ കൂടെ കൂടി സഹായിക്കണം. അപ്പോൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ പിന്നെ കൈ കൊണ്ടേരുത്, കൈ ഒടിഞ്ഞു പോകും. മറിച്ച് സന്തോഷം തോന്നണം. ആ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ക്ലിക്കായിട്ടുണ്ട്. എൻ്റെ ആക്ച്വൽ ക്ലൈമറ്റായി ഉടമ്പടിയുടെ കറക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന കാലാവസ്ഥയായിരിക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ ചെമ്മീനായി ഇവിടെ മുഴുവൻ കറി ആൾക്കാർക്ക്. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ കുറേ ആൾക്കാർക്ക് ചെമ്മീൻ കിട്ടിയിപ്പോൾ. എന്താ കാര്യം? കാലാവസ്ഥ അതാ. ഒരു നല്ല മഴ കഴിഞ്ഞു, പുഴയിലേക്ക് വെള്ളം കയറി, കടൽ വെള്ളവും നമ്മുടെ കായലിലെ വെള്ളം കൂടി യോജിച്ചു, ചോലയുണ്ടായി. അപ്പോൾ ആ ചെമ്മീൻ പിന്നെ ഒഴുക്കിന് കടലിലേക്ക് പോയി, അതൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു. അതെന്നാൽ ഇത്തരം ചെമ്മയൊക്കെ ആയുള്ളൂ, ഇനിയും വലുതാവുന്നത്. അപ്പോൾ ചെമ്മീൻ്റെ കാലാവസ്ഥയാണത്. ക്ലൈമറ്റിനും അതുപോലെ ഉടമ്പടിക്കും ഒരു കാലാവസ്ഥ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണതിന്
സങ്കടം, പേടി, ഭയം, മറ്റൊരു നാട്ടുകാരെന്ത് കാണും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരെ, ദൈവത്തെക്കാൾ നാട്ടുകാരെ ഭയം, ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സംവരണത്തിൽ തരണതാണ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന, അമ്മയുടെ കണ്ണീരൊക്കെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് യൂത്ത്. പക്ഷെ അങ്ങനെ എന്നും കൊന്നും അമ്മയുടെ കണ്ണീരിൽ ജീവിക്കാൻ, അമ്മയൊക്കെ കണ്ണൊക്കെ അടയണ കാലത്ത് നമുക്ക് ജീവിക്കണ്ടേ? അതാണ് സത്യം. അപ്പോൾ അത് നോക്കിയിട്ട് നേരത്തെ തന്നെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എപ്പോഴും ചെയ്യണത്, ഈ പരിശുദ്ധാത്മാവായാലും ഈശോയായാലും ദൈവപിതാവായാലും ഇവരെല്ലാം വ്യക്തികളാണ്. നമ്മളൊരു വ്യക്തിയോടാണ് ഇൻട്രാക്ട് ചെയ്യണത്. ഇവർ ഒരേ സമയം സത്തയിൽ പക്ഷേ ഏകമാണ്, ഒന്നാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയും ഐസ് കട്ട പോലെ ഇരിക്കുമെന്ന് പറയും. എന്താണ് ഐസ് കട്ടയിൽ? വാതകമുണ്ട്, അതിങ്ങനെ വാതകം പോലെ പോണ കാണാം. അത് വെച്ചിട്ടുപോയാണ്. കരമായിട്ടിരിക്കും, അത് വെച്ചിട്ടുപോയാണ്. തലയ്ക്ക് വെള്ളം പോലെ വീഴും, അത് വെച്ചിട്ടുപോയാണ്. രണ്ട് ബോക്സും തന്നെ മാത്രമാണ്. ഇത് സത്തയിൽ ഒന്നാണ്, പക്ഷേ 3 വ്യക്തികളാണ്. പക്ഷേ വ്യക്തികൾ, ഈ ശക്തമായ ദൈവമാണ് നമ്മളിൽ വസിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വർക്ക് ചെയ്യണത്. പക്ഷേ സ്ഥിര ശാന്തമായ സാന്നിധ്യം, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലെപ്പോഴും ഉണ്ടാവും. ആക്ടിവേഷൻ പ്രിൻസിപ്പിളായിട്ട് പറയുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവെ ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറയണത്. ഇല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എഫേസ്യർ 4:27 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഫേസ്യൻസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദനിപ്പിക്കരുതെന്നാണ് രക്ഷയുടെ ദിനമെന്ന് പറയണത്. നിങ്ങൾ ക്രിസ്തുവിൽ, ഈ രക്ഷയുടെ ദിനമെന്ന് പറയുന്നതാണ് ആധ്യാത്മിക അനുഭവത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷയുടെ ദിനങ്ങളാണ് വരണത്. രക്ഷയുടെ ദിനങ്ങൾ, ഈ ബൈബിൾ ദിനമെന്ന് ഉപയോഗിക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തെ മൊത്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിനം, നിത്യതയെല്ലാം ബൈബിൾ ഉപയോഗിക്കുന്നത് വർഷമായിട്ടല്ല, അതൊരു ദിനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ ദിനം പല അർത്ഥമാണ്. അതായത് രക്ഷയുടെ ഭൗതിക ദിനങ്ങളുണ്ട്, അതുപോലെ തന്നെ നിതാന്തമായ ദിനങ്ങളുണ്ട്. നമ്മളതിനെ ക്രോണോസ്, കൈറോസ് എന്നൊക്കെ ബൈബിളിൽ വ്യത്യസ്തങ്ങളായിട്ട് പറയും. പക്ഷേ ക്രോണോസിലും ഉണ്ടാകുന്ന പ്രശ്നം, അത് ഭൗതിക ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷയം ഭൗതിക ദിനങ്ങളാണ്, ഭൗതിക ദിനമായിട്ടല്ല. എന്നെല്ലാം നീ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു അതെല്ലാം രക്ഷയുടെ ദിനങ്ങളാണ്. രക്ഷയുടെ ദിനങ്ങളാണ്. എല്ലാ ദിവസവും ക്രിസ്തുവിനെ നമ്മൾക്കറിയാമല്ലോ, എന്ത് ഉടമ്പടിയായാലും ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട അനുഭവം ക്രിസ്തു അനുഭവമാണ് ഉണ്ടാകണം. അതിന് ഓരോ ദിവസവും ക്രിസ്തു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാതൃശ്രദ്ധയും മാതൃകാശ്രദ്ധയുമായിട്ടൊക്കെയാണ് മറിയം. അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന സാങ്കേതികമായ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലെ ലക്ഷ്യം എന്താണ്? ക്രിസ്തു അനുഭവമാണ് ലക്ഷ്യം. അപ്പം നിങ്ങളുടെ മനസ്സിലെല്ലാം ഈ സന്തോഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്നുള്ള വ്യക്തിയിലാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ പത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഉടനെ അടുത്ത IELTS പാസ്സാകുമെന്ന് ഓർത്തും കാനഡയിൽ PR കിട്ടുമെന്ന് ഓർത്തല്ല സന്തോഷിക്കേണ്ടത്. ആ സന്തോഷം ഇതുമായിട്ട് ബന്ധമില്ല. പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ക്രിസ്തു എന്ന നാമത്തെ പ്രതിയാണ്. അതായത് നമ്മൾ അതിലെടുക്കണമെങ്കിലേ 5:41 എടുത്ത് നടപടി പുസ്തകം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41 അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഇത് ഒരു പ്രധാന കവനന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസാണ്. ഫേസ് വേർഡ് എന്ന് പറയുന്നതിനാ ഒരു മുഖവചനമാണ്.
എന്താ കാര്യം? ഒന്നിന് വായിച്ചത്. അവരാകട്ടെ അവരെന്താ അപ്പോസ്തലന്മാരെ ഉദ്ദേശിക്കണം? അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഈ നമ്മൾക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഉള്ളതാണ് അപമാനം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് സന്തോഷമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കരുത്. സത്യസന്ധമാണെങ്കിൽ സന്തോഷമുള്ള പരിപാടിയല്ല ഇത്. വെളിച്ചം പാത്ത് നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണവരില്ലേ? ഡാഡിയോടെ പോൺ ചെയ്യട്ടെ, ഡാഡിയോടെ പോൺ. പള്ളി അപ്പനോട് ഷർട്ട് എടുത്തുമ്പോൾ ഡാഡിയോടെ പോൺ, ഞാൻ പള്ളി പോൺ എന്നാൽ ഈ പത്രം ഒന്ന് കൊടുക്കുക. അതാണ് പ്രശ്നം. അവർക്ക് എന്നാ പ്രശ്നം? അവൻ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ല, നമ്മളാണ് അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടി പെണ്ണെ നിനക്ക് തലക്ക് വല്ല കാച്ചിൽ വേണം, വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ അഭ്യാസമാണ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ നിരീശ്വരവാദികളെ കണ്ടുമുട്ടും. അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കലി കയറും. അവർ നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കണതിന് പകരം ദൈവത്തിന് തന്തയ്ക്ക് വിളിക്കും. കാരണം പിശാചിന് അങ്ങനെ തോന്നുമല്ല അഴിച്ചു പിടിക്കാൻ, ഒരു ധൈര്യമല്ല പിശാചിന്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പം നിങ്ങളോർക്കും ദൈവമേ അവരെന്നെ തന്തയ്ക്ക് വിളിച്ച് വല്ലതും കേട്ടാ. നമ്മുടെ പ്രശ്നം വേറെ അവരും കേട്ടാൽ നമ്മൾ കേട്ടാലേ പ്രശ്നമേ. നമ്മളെ ചീത്ത വിളിക്കണ വേറെ അവരും കേട്ടാന്നാണ്. ദാറ്റ് മീൻസ് നമുക്ക് സന്തോഷമില്ല, നമുക്ക് നിരാശയും പണ്ടാരം പോയി ഉടമ്പടി എടുത്തത് ഗതികേടായല്ല. ഇതിൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ടാൽ ഇതേ മാർഗ്ഗമുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ലേ എന്ന് നമ്മൾ ചോദിക്കും. എൻ്റെ മക്കളെ, ഇതേ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമൊക്കെ ഉണ്ട്. പക്ഷേ മുതൽ മുടക്കമുള്ള മാർഗ്ഗം ഇതേ ഉള്ളൂ. കവനൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ്, പേഴ്സണല്ലേ. ദൈവം നമ്മൾ വ്യക്തിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വിളിക്കണ കവനൻ്റേ ഉള്ളൂ. ബാക്കിയെല്ലാം സിംഗിൾ ഹെഡിൽ പ്രെയറാണ്. കേട്ട് പോയാൽ പോയി, അത്രേ ഉള്ളൂ. നിങ്ങൾക്കത് കേൾക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദൈവം ഇത് കേൾക്കണമെന്ന് നിർബന്ധവും ഇല്ല. ഇതെന്ന് പറയുമ്പോൾ കവനൻ്റാണ്. ദൈവം നിങ്ങളോട് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം ഇത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. തിമോത്തിയല്ലേ? ആരാധന യേശുവേ ആരാധന. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അതായത് തന്നെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമാണ്. അതായത് നമ്മൾ ഫ്രോഡായത് കൊണ്ടാണ്. ഫ്രോഡെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവനവനെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. എന്തെല്ലാം ദൈവത്തെ പറഞ്ഞാൽ, ഇപ്പോൾ ചില ഭർത്താക്കന്മാരില്ലേ, അവർ കുടിച്ചിട്ട് കയറി വരുമ്പോൾ ഭാര്യ ഉടനെ വിഷമെടുത്ത് കഴിക്കാൻ പോകും. ഉടനെ ഭാര്യയുടെ കൈ എടുത്തിട്ട് പറയും, കൈ എടുത്തിട്ട് അയാളുടെ തലയെ വെക്കും, അല്ലെങ്കിൽ അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും. എടീ നിൻ്റെ തലേ ആണ്, നീയാണ് സത്യം, ഞാൻ ഇതിനെ കുടിക്കത്തില്ല. എടോ മനുഷ്യ, ഇത്രയും കുറേ നാൾ തലയെ വെച്ച് എൻ്റെ തലക്ക് തലവേദന മാറണില്ലെന്ന് പറയും. ഇപ്പോൾ തല പൊട്ടിപ്പോകാമ്പോഴെന്ന് പറയും. എന്താണെന്ന്? അയാളത് ഫ്രോഡാണ്. അയാൾ ഈ ഭാര്യ തൽക്കാലം പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ കുടിയൻ എന്ത് ചെയ്യും? അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും. ഭാര്യയ്ക്ക് ആ കവനൻ്റിൽ വിശ്വാസം ഇല്ല. എന്താ ഇങ്ങനെ കവനൻ്റ് പലത് കഴിഞ്ഞ് കൈയെടുത്ത് കുടിച്ചുകൊണ്ട് വരുമ്പോൾ ഭാര്യ വിഷം എടുക്കുക, പുള്ളി കൈയുടെ തലയെ വെക്കുക. ഈ ഉടമ്പടി പല പ്രാവശ്യം നടന്നിട്ടുള്ളതാണെന്ന് പുള്ളിക്കറിയാം. ഫ്രോഡാണ്. തന്നെ അയാൾ നിഷേധിക്കും. പക്ഷേ ദൈവം അതാണ് പ്രശ്നം. ദൈവം നമ്മൾക്ക് എന്തെങ്കിലും വായിന്ന് വിട്ട വാക്ക് പഴഞ്ചാക്കെന്ന് പറഞ്ഞവർ അങ്ങനെ പോകും. നമ്മൾക്ക് നമ്മുടെ വാക്കിനോട് നമ്മൾ ഒരിക്കലും ഉത്തരവാദിത്തം കാണിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉഴപ്പണത്. ദൈവം അങ്ങനെ അല്ല. ടേക്ക് ദ വേർഡ്, റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പം ദൈവം സത്യമാണെന്ന് പറയുമ്പോൾ ആ സത്യത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും?
നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും. പക്ഷേ പിശാച് നിങ്ങളോട് പറയും, നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല, നീ ഇപ്പോൾ ഉടമ്പടി ഒന്നും ചെയ്യണില്ലല്ല, എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല, അപ്പോൾ ഉടമ്പടിയല്ല കാര്യം. അത് സ്വാഭാവിക ഉടമ്പടി ചെയ്തില്ലെങ്കിൽ കിട്ടുമായിരുന്നു, പണിയായില്ലേ? അതായത് നിങ്ങളെ ഉതക്കുന്ന ഓരോ ഉതപ്പിലും പിശാച് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ്, നിങ്ങളെ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനഃപൂർവ്വം ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാരും 3 പേരും കൂടി ഇരിക്കുമ്പോൾ പറയും, എൻ്റെ അളിയ നമ്മ കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ പറയും, നീ മസ്കറ്റിലല്ലേ, നീ എത്ര കാലമായി? ഞാൻ 12 കൊല്ലം. നീ എത്ര കാലം? ഞാൻ 7 കൊല്ലം. ഈ 7 കൊല്ലം 12 കൊല്ലം പറയുന്നതിനാണെന്ന് പറയാം, വെള്ളം അടിക്കാനാണേ. അതിൻ്റെ ഈ 7 കൊല്ലവും 12 കൊല്ലത്തിൻ്റെ ഇവനെ എടുത്ത് വീണ് പോകും. ശരിയാണ്, അളിയെ കണ്ടിട്ട് 16 കൊല്ലമായി, 12 കൊല്ലമായി, 7 കൊല്ലമായി, ഇനി എപ്പോൾ കാണാനാണ്? മനുഷ്യന്മാരല്ലേ, ഇന്ന് കാണുന്നത് നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ ഇവനും കുടിക്കും. അതുകൊണ്ട് ഈ പാപ്പടം വീണ് പോകും. പാപ്പടം വീണ് പോകുന്നതിന് പാപ്പടനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും വീഴാനൊരവസരം തരികയാണ്. വീഴാനും ഒരു അവസരമാണത്, ദൈവം തന്നെ വീഴിക്കാൻ അനുവദിക്കും. എന്നിട്ടപ്പോൾ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അയ്യോ എൻ്റെ മാതാവേ, എൻ്റെ കടങ്ങളെ, എൻ്റെ രോഗമേ, ഞാൻ ഉടമ്പടി ചെയ്താണല്ലോ, ഞാൻ തെറ്റിപ്പോയില്ല എന്ന് നിനക്ക് സങ്കടം വരും. സങ്കടം വരെ കുഴപ്പമില്ല, അതിൽ ദൈവസ്നേഹം ഉണ്ടാകണം. നിനക്ക് ദൈവസ്നേഹമല്ല, അയ്യോ ഞാൻ ഉടമ്പടി തെറ്റിപ്പോയില്ല, ഇതിൻ്റെ കടവടക്കാം. നിങ്ങൾക്ക് വിഷയസ്നേഹമാണുള്ളത്. നിങ്ങൾക്ക് ദുഃഖമുണ്ട്, ഉടമ്പടി വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖം ദൈവഹിതപ്രകാരമല്ല. ഈ ദുഃഖത്തിൻ്റെ പ്രശ്നം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ടാവും, ഭൗതിക ദുഃഖം ഉണ്ടാവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 7:10. 2 കൊരിന്തോസ് 7:10. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, പറഞ്ഞേ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്താപം എന്ന് പറയുന്ന ഒരു ദുഃഖമാണ്, പക്ഷേ രക്ഷാകരമാകണം. രക്ഷാകരം എന്ന് പറയുന്നത് എന്താണ്? രക്ഷ ആരാണ്? ലുക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ നിൻ്റെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം. രക്ഷാകരം എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ലാതെ കേവല പശ്ചാത്താപമല്ല. നമ്മളെ കുമ്പസാരക്കൂട്ടിലൊക്കെ വേണ്ടത് ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ല പാപത്തെക്കുറിച്ച് ദുഃഖമില്ല. നിങ്ങളുടെ ഇപ്പോൾ വിശുദ്ധരായി ജീവിച്ചിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കഥയുമില്ല. നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കാനാണ് നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കുകയും അഥവാ വീണുപോയാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷയത്തിലാണ്. നമ്മുടെ ദുഃഖവും സന്തോഷവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ പേരിലാണ്. ഈ ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായില്ലേ? നമുക്ക് ദുഃഖം ഉണ്ടായി, ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ക്രിസ്തുവിന് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമായിരിക്കണം. നമുക്കൊരു സന്തോഷമുണ്ടായി, സന്തോഷം എന്താ പറയുന്നത്? 5:41 എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി, പറഞ്ഞേ, നാമത്തെ പ്രതി ക്ലേശങ്ങൾ അനുഭവിച്ചതിൽ സന്തോഷത്തോടെ അവർ സംഘത്തിൽ നിന്ന് പുറത്തുപോയി. അവിടെ സന്തോഷമാണ്. നടപടി പുസ്തകത്തിൻ്റെ 5:41 2 കൊരിന്തോസ് 7:10 ദുഃഖവും നടപടി പുസ്തകത്തിൽ 5:41 സന്തോഷവും ഒറ്റ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. ഈ ഉടമ്പടി കാലാവസ്ഥ എന്ന് പറയണത് നമ്മുടെ ദുഃഖ സന്തോഷങ്ങളെ വിഷയത്തെയാണോ ഈ വ്യക്തിയെയാണോ ആശ്രയപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. അപ്പോൾ നിങ്ങൾ കവനൻ്റിലാണ്. അതാണ് നിലപാട് തറയെന്ന് പറയണത്, അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയണത്. ഉടമ്പടി റൈപ്പായിരിക്കുന്നു. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇടക്ക് കൊണ്ടുപോയി പത്രം കൊടുത്തപ്പോൾ നിങ്ങളിത്രയും പഠിച്ചതല്ലേ, എനിക്ക് നാണമുണ്ട് ഈ പത്രവും കാവിക്കൊണ്ട് നടക്കാമെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞ്, അത് ശരി, ഞാൻ രക്ഷപ്പെട്ടത് ഈ പത്രം കൊണ്ടാണ്, നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളത് കൊണ്ട് വിതരണം ചെയ്യണത്.
ഞാനിതൊക്കെ നിങ്ങൾ ആദ്യം വന്ന് ഇവിടെ നിന്ന് ഇത് പറയണതല്ല, നിങ്ങൾ അവിടെ വന്ന് നോക്കണം, ദൈവം എന്താണ് ചെയ്യണമെന്ന് കണ്ടെത്താൻ. അതാണ് സന്തോഷം. ദൈവത്തെ പ്രതി അവളെ ക്ലേശിപ്പിച്ച അതിൽ വേറെ വല്ലവരും ആണെങ്കിൽ അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയണില്ല എന്ന് പറഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് പോകും. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞത് എന്താണ്? ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞ് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ? നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:36. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. അപ്പം അമ്മ ശത്രുവായിട്ട് വരാം, അപ്പൻ ശത്രുവായിട്ട് വരാം. നിങ്ങൾ തേരും പാലും പഞ്ചാരം എന്ന് പറഞ്ഞ കക്ഷികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശത്രുതയുടെ അവതാരങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളെ പിഴപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ആൻറ്റിമാരായിരിക്കും. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും പറഞ്ഞതാണ്. എന്താണെന്നറിയാമോ? ഓരോ ഡൈവേഴ്സും പരിശോധിക്കുമ്പോൾ, ഓരോ പ്രണയവും പരിശോധിക്കുമ്പോൾ, പ്രണയത്തിൽ ചില ആൾക്കാർ ചെന്ന് ചാടിയിട്ട് അപോഷണൊക്കെ നടക്കുന്നുണ്ടല്ലോ, എല്ലാം തുടങ്ങി വെക്കണമ്പോഴെല്ലാം ആൻറ്റി എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇതെല്ലാം അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ ആദ്യം മുതൽ ഇൻട്രാക്ട് ചെയ്യണ ഒരു സംഭവമാണ്. അമ്മയല്ല, ആൻറ്റി. ആൻറ്റി വലിയൊരു അവതാരമാണ്. മിക്കവാറും നരകത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാരായിരിക്കും കൂടുതൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വഴിപഴപ്പിച്ചതിൽ ആൻറ്റിയുടെ റോളെന്ന് പറയുന്നത് ചെറിയ റോളൊന്നുമല്ല. കാര്യം ഈ കൊച്ചെന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്താലും പക്ഷേ വീട്ടിൽ വഴക്കണ കാരണം ആൻറ്റി ഒരു സാന്ത്വനത്തിൻ്റെ ആളായ കാരണം അവിടെ എന്ന് പറയും. അപ്പോൾ എല്ലാ തിന്മകളും നന്മകളും ചെന്ന് പറയണതാണ്. എന്നിട്ട് ഈ പണ്ടാര ഇതിനെ വഴിതിരിച്ചിട്ട് തിന്മയിലേക്ക് വിടുകയാണ്. അത് ആത്മാവ് നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അബോർഷനായാലും ഡൈവേഴ്സ് ആയാലും വേറെ എന്ത് പ്രാക്കപ്പെട്ട പരിപാടിയായാലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈശോ ചോദിക്കുന്നത്, പത്രോസിനോട് വരെ ചോദിക്കും, എന്താണ്? ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുമോ? ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഇവരെക്കാൾ അധികമായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. യോഹന്നാൻ 21:15. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അതായത് യേശുവിൻ്റെ എല്ലാം, അതായത് സഭയുടെ തലയോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സഭയുടെ തലയോട് ചോദിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. സഭയുടെ തല, ഭൗതിക തലവൻ പത്രോസാണ്. അപ്പോഴേ ഈ തലയോടാണ് ചോദിച്ചിരിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. വെച്ചാൽ സഭയോട്, സഭയുടെ അംഗങ്ങളോട്, യേശു വിശ്വസിക്കുന്ന എല്ലാവരോടും ചോദിച്ച ചോദ്യമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ സഭയുടെ പുറത്ത് എന്തുമാത്രമുണ്ട്, അവരോട് എല്ലാവരും കൂടി ചോദിച്ച ചോദ്യമാണത്. എന്താണ്? ഇവരെക്കാൾ അധികമായി. കവനൻ്റിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, ഈ കവനൻ്റ് റിലേഷനിലിരിക്കുന്ന ആൾക്കാർക്ക്, ഉടമ്പടി ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തെക്കാൾ അധികമായി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഞാൻ കവനൻ്റ് ചെയ്ത ദൈവത്തെക്കാൾ, ഇപ്പം എന്താ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ, ചില പ്രണയപ്രാന്തി പിടിച്ച ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവളോ അവനോ സ്നേഹിക്കുന്ന കാമുകനോ കാമുകയോ ദൈവം വശത്താക്കി പിടിക്കാനുള്ള മാമാപ്പണി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കണത്. എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഓടിച്ചിട്ട് വരാം. എന്താ കാര്യം? നിങ്ങളുടെ ഉള്ളിലുള്ള ജഡികമായ ആസക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിത്യത വരെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള പാങ്ങുണ്ടാക്കി തീർക്കാനുള്ള
പരിചരണം നൽകുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന നടപടിക്രമം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവമേ, ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറയുന്നതിനാണ് ഉടമ്പടി സമർപ്പണം എന്ന് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നാലാമത്തെ എന്താണ്? സമർപ്പണം. സമർപ്പണം ഉടമ്പടി വരുമ്പോഴാണ് ആധ്യാത്മികതയിൽ സമർപ്പണം ശക്തി പ്രാപിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞേ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ ഞാൻ സമ്പൂർണമായി ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം നമ്മൾ സതീശൻ്റെ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സതീശൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളുടെ പരിണാമങ്ങളെ നമ്മൾ അതിൻ്റെ പരിച്ഛേദങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താ അറിയാവോ? ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. അല്ലാതെ ഉടമ്പയുടെ ഉപ്പ് നോക്കാൻ വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് അടയാളം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം, എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു കച്ചവട ബന്ധമില്ലേ? അങ്ങനെയുള്ള ഒരു മണ്ടത്തരം നീല കാണിച്ചില്ലേ? ഇയാൾ കറക്റ്റാണ്. ആളെ കറക്റ്റായത് കൊണ്ട് തന്നെ ദൈവം ടൈം ഷോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഉടമ്പടിയുടെ ടൈം ഷോട്ടിങ്ങും നമ്മളുടെ ആത്മാർത്ഥതയും തമ്മിൽ കുറേ ബന്ധമുണ്ടായി. നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ്, വിശ്വസ്തരാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം കിട്ടാൻ തുടങ്ങും. നമ്മുടെ ഉടമ്പടിയുടെ മെയിൻ സംഭവമാണല്ലോ ടൈം ഷോട്ടിങ്ങും സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണതാണത്. അതായത് ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തിനാ കാത്തിരിക്കണം 90 ദിവസം? ദൈവം എന്തിനാ കാത്തിരിക്കണം 90 ദിവസം? നീ ഉടമ്പടി ചെയ്തിട്ടില്ല, പക്ഷെ ഉടമ്പടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ മിടുക്കായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമെന്ന കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയിൽ ഇടയാളങ്ങൾ തുടങ്ങാൻ തുടങ്ങും. അതാണ് സമയച്ചുരുക്കത്തിൻ്റെ പ്രത്യേകത. സമയം നീട്ടിക്കൊണ്ട് പോകണം നിങ്ങളാണേ, ദൈവമല്ല. ദൈവത്തിന് സമയമില്ലല്ലോ. പിന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയമില്ലാത്ത ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. പക്ഷെ നമ്മൾ അവിശ്വസ്തത കാണിച്ചും ദൈവത്തെ ഉടമ്പടി രുചി നോക്കിയും ഒക്കുക ഒട്ടാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കിട്ടിയ അവന് കിട്ടിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു നടക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ ഉടമ്പടി എന്ത് ചെയ്ത് കിട്ടിയാ? ഇങ്ങനെ ഫോണെടുത്ത് വെച്ച് ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇതൊരു പ്രാക്കപ്പെട്ട പിശാചാണ്, ഇതിനെ കാലെപ്പോഴത്തേക്ക് നിലത്തിട്ട് അടിക്കണമെന്ന് ദൈവത്തിന് അറിയാം. എന്താ കാര്യം? വിശ്വാസമില്ലാവെന്ന് ദൈവത്തെ പറ്റിച്ചിരിക്കുകയാണ്. അയാൾ മൊബൈലെടുത്ത് വിളിച്ചു ചോദിക്കണം, കിട്ടിയാ? നിങ്ങളുടെ ഉടമ്പടിയെല്ലാം നടന്ന വല്ലതും ഇങ്ങനെ ചോദിക്കും. എന്താ വെച്ചാൽ ഇവള് ഇപ്പം തന്നെ ഫ്രോഡാണ് ശരിക്കും പറയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ അഭ്യാസം ദൈവത്തെ എടുത്ത് കാണിക്കരുത്. കാണിച്ചാൽ ഇത് വിളക്കാൻ തേക്കണ പാണ്ടാകും. പലർക്കും പാണ്ടായി നടക്കേണ്ട കാരണം അതാണ്. അപ്പം അതുകൊണ്ട് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടാകുമ്പോൾ വിഷയത്തെ പ്രതിയല്ല, ക്രിസ്തുവിൻ എന്ന വ്യക്തിയെ പ്രതി അനുതാപം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ നഷ്ടപ്പെടുകയോ അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമായിട്ട് അങ്ങയുടെ നേടുമ്പോൾ സന്തോഷമായിട്ടും അനുഭവിക്കുന്ന സാക്ഷാത്തായ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആത്മാവാം ദൈവമേ വരണമേ
എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അപ്പൊ ഉണ്ടായിരിക്കട്ടെ. സതീഷിന്റെ ജീവിതത്തില് ആള് സത്യസന്ധനായത് കാരണം സമയച്ചുരുക്കമാണ് സംഭവിക്കുന്നത്. എപ്പോഴാൻ സഹകരിക്കുകയാണ്. പെട്ടെന്ന് ആളെ ഹീലായത് കൊണ്ട് അത് ഭൗതികമായൊരു കാര്യമാണ്. അയാളുടെ ജീവിതത്തിൽ 2.5 വർഷങ്ങളായിട്ട് അല്ല പറഞ്ഞാൽ 18 വർഷമായിട്ട് എന്ന് പറഞ്ഞു ഇത്രയും ഈ രോഗം കൊണ്ട് നടക്കുന്നത്. അയാൾ ഹീലായതല്ല പ്രശ്നം. അയാളോട് പരിശുദ്ധാത്മാ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകണമെന്ന് പറഞ്ഞു. അല്ല അച്ഛനും കപ്പേരും പള്ളിയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് സതീശനോട്. ആരാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതാണ് അയാൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ ഇല്ലേ അയാൾ കണ്ട്, ദർശനങ്ങൾ കിട്ടിയേക്ക് അയാൾ സ്വപ്നങ്ങൾ കണ്ടു. അപ്പം എൻ്റെ പരിശുദ്ധമായ നിറഞ്ഞ് വസിച്ചു എന്നയാൾ പറയണത്. അത് പരിശുദ്ധാത്മാവിനുണ്ടായ പ്രശ്നം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടി പ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ നടപടി പുസ്തകം 2:17 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. നടപടി 2:17 ദൈവം അരുളി ചെയ്യുന്നു, പറഞ്ഞ ദൈവം അയാൾ ചെയ്യുന്നു, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അത് ഈ ടൈം ഷോട്ടിങ് വരുന്ന സംഭവമാണത്. വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു 10-70 വയസ്സ് കൂടല്ലേ. അവരെന്താ കാണുന്നത്? 17 വയസ്സുകാരുടെ സ്വപ്നങ്ങൾ കാണുമെന്ന്. ജീവിതം അവർക്ക് റിജുവിനേറ്റായി കിട്ടും. കിട്ടും. യുവാക്കന്മാർക്ക് എന്താ സംഭവം? നമ്മൾ പക്വതയില്ലെന്ന് പറയും. അവരെന്താ കാണുന്നത്? ദർശനങ്ങളാണ് കാണുന്നത്. അവർക്ക് പക്വതയോ ഈ ഒരാളിനെ പരിശുദ്ധാത്മ വരുമ്പോഴേ അത് ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളാണേ. അതായത് അതുപോലെ ഒരു മാറ്റം ഈ മനുഷ്യന് ഉണ്ടായി. ഈ മനുഷ്യനോട് പരിശുദ്ധാത്മാ പറയും, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകാൻ പറയും. അപ്പോൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകാനെന്ന് ഇയാൾക്ക് അറിയത്തില്ല. ഇയാളുടെ ക്രിസ്ത്യനല്ല ശരിക്കും പറഞ്ഞാൽ. ബൈബിളത്തെ ക്രിസ്ത്യനല്ല, ലൈഫിൽ അയാൾ ക്രിസ്ത്യനല്ല. പക്ഷേ ഇയാൾ ഇങ്ങനെ ഇവരും ദൈവമായിട്ട് സ്വകാര്യ ബന്ധമാണ്. നിങ്ങൾ ദൈവമായിട്ടൊരു സ്വകാര്യ ബന്ധം ഉണ്ടാകണമെങ്കിൽ സഭ ഒരു പ്രഖ്യാപിത ഘടകമല്ല ശരിക്കും. ഞങ്ങൾക്കൊക്കെയാണ്, ഞങ്ങൾ സഭ ജനിച്ച ആൾക്കാരാണ്. അത് ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആണ്. ഞങ്ങൾ അല്പം തെറ്റിയ ദൈവം വലിയ കൃപയാണ് നഷ്ടപ്പെടുത്താൻ പോണത് നമ്മൾ. കാര്യം എന്താ? നിങ്ങൾ അത്രയും വില കൊടുക്കുന്ന അത്രയും ഞങ്ങളൊന്നും വില കൊടുത്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി വരുന്ന നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെ ലെവൽ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ, നോൺ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അവരാ ഉടമ്പടി കർശനം കൃത്യമായിട്ട് ചെയ്യും അല്ലേ. എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യും. അവർക്ക് ചോറൊക്കെ എടുത്ത് ഇത്ര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കൊടുക്കും. രോഗികളെല്ലാം കണ്ട് അവരെ സഹായിക്കും. നിങ്ങൾ രോഗികളെയൊക്കെ കാണുമ്പോഴും അല്ല, ചില രോഗികൾക്ക് ചില ആൾക്കാർ കൂട്ടു നിൽക്കാനൊക്കെ പോകത്തില്ല. ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്താണ്? കൂട്ടു നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ കൂട്ടിയിട്ട് ഭരിക്കണം ആൾക്കാർ. കൂട്ടു നിൽക്കാൻ ആരുമില്ല, അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിട്ടിട്ട് ഒരാളെ ഏൽപ്പിക്കും. അതല്ലേ ഇപ്പോൾ ലോകത്ത് ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നേഴ്സുമാരൊക്കെ കയറിപ്പോണത് എന്താണ്? ചിലൊക്കെ സീനിയർ സിറ്റിസൻസിനെ നോക്കുകയാണ്. എന്താണ്? കൂട്ടു നിൽക്കാൻ ആരുമില്ല. ഇവർ സീനിയർ സിറ്റിസനെ നോക്കാൻ വേണ്ടി കൂട്ടു നിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇതുപോലെ കൂട്ടു നിൽക്കാൻ ആരുമില്ലാതെ വീട്ടിൻ്റെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ദ്രവിച്ചും ഇങ്ങനെ കുത്തിയിരിക്കണേ കാണാം. അപ്പം നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ വാച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഇല്ലേ. രോഗിനെയൊക്കെ കാണാൻ പോവുകയും നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ രോഗിനെ കാണാം, ആശുപത്രി വല്ല രോഗികളുണ്ടോ ചോദിക്കും. ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ രോഗിനെയൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു.
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വല്ലതും പോയിട്ടുണ്ടോ രോഗികൾ? നിങ്ങൾ ആശുപത്രി പോയായിരുന്നു നോക്കി വെറുതെ പോയി ഇത് വകുപ്പ് നോക്കിയെടുത്ത് പോകും. പോയി അവിടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എൻ്റെ ചേച്ചി അവിടെ പോയിട്ട് നിങ്ങളെ ആദ്യ കാലങ്ങളിൽ എനിക്കറിയാം ഇത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സംഭവം. എന്നിട്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തിക്കുന്ന അക്രൈസ്തവരായിട്ട് ചില സഹോദരങ്ങളെ ഈ പത്രം എടുത്തുകൊണ്ട് ഹരിപ്പാട് ആശുപത്രി പോയിട്ട് ആ വലിയപ്പന് കണ്ടു കാണാൻ പാടില്ലായിരുന്നു രോഗിക്ക്. എന്ത് ചെയ്തെന്നറിയാമോ? ആ പത്രം മുഴുവൻ ആ ചേച്ചി അവിടെ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തവർക്ക്. ഇങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇന്ന് കൃപാസനത്തിന് ഇത്രയും ചവിട്ടിയാൽ അപ്പം അനുഗ്രഹം കിട്ടുന്ന കാര്യം ഇതിൻ്റെ പിന്നിൽ ആസ്തികൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച അനേകായിരങ്ങളുണ്ട്. അവരെല്ലാവരും കാത്തലിക്സോ ക്രിസ്ത്യൻസോ അല്ല, പകുതിയോളം നോൺ ക്രിസ്ത്യൻസാണ്. അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്താ? ഹരിപ്പാട് ആശുപത്രി ചെന്ന് അപ്പാപ്പന് കണ്ണു കാണാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ 8 പേജ് പത്രവും അവിടെ ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിച്ച് കൊടുത്ത്, അപ്പാപ്പ ഇതുപോലെ അപ്പാപ്പനെ സുഖപ്പെടുത്തി, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഉറപ്പ് കൊടുത്ത് പോരുകയാണ്. അവരെ ക്രിസ്തുവിനെ കൈമാറി പോരുകയാണ്. അപ്പോഴാണ് അതാണ് ഈ യുവാക്കന്മാരൊക്കെ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞ ആധ്യാത്മിക പക്വതയിലേക്ക് ഈ മനുഷ്യൻ കൈമാറ്റക്കാരിയായി മാറുകയാണ്. ദൈവം നോക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറ്റാൻ നിങ്ങളെ കൊള്ളാമോ എന്നാണ് കവനൻ്റ് കഴിയുമ്പോൾ നോക്കണത്. അല്ലാതെ നിങ്ങൾക്ക് PR കിട്ടാനുള്ള പഴുതുണ്ടാക്കി തരാമെന്നല്ല. അതെന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമാണ്. കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ 10,000-ങ്ങളാണ് കിടക്കുന്നത്. ജപ്തി ആയാലും അതുപോലെ തന്നെ മാറാരോഗമായാലും 4th സ്റ്റേജ് ആയാലും എത്ര സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം? ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കിട്ടി, വയറിനകത്ത് മുഴ വന്ന് ക്യാൻസർ ആയിരിക്കണേ, അപ്പോൾ അത് ഓപ്പറേഷനാണ്. ഞാൻ പറഞ്ഞു മോളെ അത് ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് മാതാവിനോട് പറഞ്ഞു ഓപ്പറേഷനുള്ള ബോഡിയൊന്നും അവിടെ ഇല്ല, അത് ചുരുക്കിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. നിന്നോട് ചോദിക്കാതെയാണ് പറഞ്ഞത്, ഇപ്പം നിന്നോട് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അവസാനം ചുരുങ്ങിപ്പോയി. അതെന്ന് പറയണത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനാണത്. അവർ ചുരുക്കി വിടണം, അല്ലാതെ അവർക്ക് വേറെ അവിടെ നിൽക്കാൻ അവർ ബൈസ്റ്റാൻഡർ പോലും ഇല്ലാത്ത ആളാണ്. അവർക്ക് എന്തെങ്കിലും വന്നു പോയാൽ ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ ആരും ഇല്ലാത്തവരാണ്. അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ദൈവം മാത്രമേ അവർക്കുള്ളൂ. ഞാൻ അത്രേ അമ്മയെ പറഞ്ഞിട്ടുള്ളൂ, ദൈവം മാത്രമേ അവർക്കുള്ളെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞേക്കണത്. ദൈവം മാത്രമേ ഉള്ളവർക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ പങ്കെടുക്കണം. നിങ്ങൾ ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ എന്താ ചെയ്യണം? നിങ്ങൾ ആശുപത്രിയിൽ പോയി സന്ദർശനമല്ല ഇത്, മറിച്ച് പങ്കെടുക്കലാണ്. ബൈബിൾ അങ്ങനെയാണ് പറയണത്. കൊളോസ്യസ് 1:11 എടുത്തേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 1:11 കൊളോസ്യൻസ്. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ഈ നിത്യമഹത്വത്തിന് കാരണമാക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാവോ? ഭൂമിയിലുള്ള സഹനങ്ങളിൽ സഹിക്കുന്നവരുടെ സഹനങ്ങളോട് നമ്മളെടുക്കുന്ന പങ്കാളിത്തമാണ്. ഈ പങ്കാളിത്തത്തെക്കുറിച്ച് എന്താ പറയണത്? 1:11 പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പം സഹന ഇവിടെ ഒരു വിഷയം വെച്ചാൽ
നിങ്ങൾക്കൊരു സഹനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. ഒരു ബൈസ്റ്റാൻഡർ ഉടനെ അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു രോഗിയുടെ പോയി നിൽക്കുകയാണ്. അപ്പൻ്റെ കൂടെ നിന്നാലും അമ്മയുടെ കൂടെ നിന്നാലും ഈ അമ്മ മകളോട് പറയും, മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല, നീ പോയിക്കോ എന്ന് പറയും. എന്താണെന്നറിയാം എന്തുകൊണ്ട്? അമ്മ ആശുപത്രി കിടക്കുന്ന അമ്മയെടുത്ത് മകൾ കാണാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. അപ്പം അമ്മ മകളോട് പറയണതാണ്, എന്താണ് പറയുന്നത്? മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല, നീ പോണില്ലേ? എന്താ കാര്യം? അമ്മയ്ക്കറിയാം ഇവൾ വാച്ചിട്ട് നോക്കാൻ കുറഞ്ഞ നേരമായി, സമയമില്ലല്ലോ. അമ്മയ്ക്കറിയാവേ ഈ കളി കുറേ നേരമായി തുടങ്ങിയിട്ടേ, 2:30 തൊട്ട് തുടങ്ങിയാണ്. കഴിച്ചിട്ട് നോക്കും, നേരോട്ട് നോക്കും, മാച്ചിട്ട് നോക്കും, പുറകോട്ട് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ദുഃഖമാകുന്ന കാരണം അമ്മ അഡ്വാൻസ് പറഞ്ഞിരിക്കുകയാണ്, നീ പൊയ്ക്കോ എന്ന് വെച്ചാൽ ഈ സഹനത്തിൽ നമുക്കൊരു ആളിൻ്റെ സഹനത്തിൽ പങ്കെടുക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാകണം. പച്ചിട്ട് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ സഹനങ്ങളൊക്കെ ദൈവം അംഗീകരിക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാകുന്ന നോക്കും. അതിൻ്റെ അകത്ത് മനസ്സിലായില്ല? അത് സീരിയസ് വിഷയമാണ്. നിങ്ങൾക്ക് സഹനങ്ങളൊന്നുമില്ലെന്ന് ഞാൻ പറയണില്ല. ഭർത്താവിൻ്റെ നിങ്ങൾ സഹകരിക്കുന്നുണ്ട്, മക്കളുടെ കൂടെ സഹനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, നാട്ടുകാരുടെ സഹനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ സന്തോഷമില്ല. അത് കാരണം ഈ സംഭവങ്ങളെല്ലാം ഒരു പൊട്ടയായിരിക്കുകയാണ്. കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ട വചനമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അപ്പോൾ ഈ മനുഷ്യൻ കർത്താവ് നോക്കണ ഒറ്റ, നിങ്ങൾ കവനൻ്റെ എടുത്തില്ലേ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അല്ലേ, ഇതൊന്നും അല്ല പ്രശ്നം. ദൈവം നോക്കണത് എന്താണ്? നിങ്ങളിൽ ദൈവസ്നേഹമുണ്ടോ ഇല്ലേ, അവിടെ വിഷയം. സതീഷ് എന്താ വിചാരിക്കണത്? സതീഷിന് ദൈവസ്നേഹമുണ്ട്, അതുകൊണ്ട് ദൈവം കമ്മ്യൂണിക്കബിളാണ്. അവനോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇനി നിനക്കൊരു കുറവുണ്ട്, നീ ക്രിസ്തുവിൻ്റെ പാർട്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ സതീഷ് പറഞ്ഞ്, ഞാനെങ്ങനെ ക്രിസ്തുവിൻ്റെ പാർട്ടാകണത്? അവന് പെട്ടെന്ന് പിടികിട്ടി. എന്താ കാര്യം? കുർബാനക്കൊക്കെ പോകാൻ തുടങ്ങിയ ആൾ, കുർബാനക്കൊക്കെ പോകേണ്ട ആൾ, പക്ഷെ കുർബാനക്ക് ചെല്ലുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാനായാലും പാർട്ടായിട്ട് കാര്യം. ഈ മനുഷ്യൻ അവസാനിപ്പിക്കണത്, ഇന്ന് എൻ്റെ പേര് ജോസഫാണെന്നും പറഞ്ഞാൽ അവസാനിപ്പിക്കണത്. അതെന്താ കാര്യത്തിന്? അതിൻ്റെ റിസ്ക് പുള്ളി എടുത്തു. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് അച്ഛനില്ല, പള്ളിയില്ല, പട്ടക്കാരനില്ല, സഭയില്ല, ഒന്നുമില്ല. അയാളും അയാളുടെ ദൈവവും തമ്മിലുള്ള ഇടപാടുകളേ ഉള്ളൂ അതിൻ്റെ അകത്ത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുടെ ഉടമ്പടിയിൽ ഈ ആൾക്ക് നല്ല ദൈവസ്നേഹമുണ്ട്. കാര്യം ദൈവസ്നേഹം ഉണ്ടാകാൻ കാരണം ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു സൗഖ്യമാണ് അനുഭവിച്ചത്. പിന്നീട് അയാൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവോടെ കൂടിയ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, അയാളുടെ ദൈവമേഖലയിൽ ആയിപ്പെട്ടപ്പോഴപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ച് കൃത്യമായ ഒരാശയം കിട്ടി. ഉടമ്പടി റേഞ്ചുകൾ ഭയങ്കരമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭൗതികമായ കണ്ണുനീര് ഒപ്പിയെടുക്കുക ആണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ ഈ ഉടമ്പടി തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ മതം മാറ്റുകയോ ഒരാളെ ജ്ഞാനസ്നാനപ്പെടുത്തുകയോ ഇതൊന്നും കൃപാസനത്തിൻ്റെ ലക്ഷ്യമല്ല. ലക്ഷ്യമെന്താണ് കാര്യം? നിങ്ങൾ വേദനയില്ലാതെയും സന്തോഷത്തോടെയും ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിത നയം അത് തന്നെയാണ്. ഞങ്ങളാരും ഈ വിഷയത്തിൽ, നിങ്ങളുടെ വിശ്വാസ വിഷയത്തിൽ ഒന്നും ഇടപെടത്തില്ല. എന്താ കാര്യം? ഞങ്ങളോട് വിശ്വാസ വിഷയത്തിൽ ഇടപെടാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ജീവിത സങ്കടങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസം പകർന്ന് തരാൻ നിങ്ങളെ തന്നെ ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതൊക്കെ മനസ്സിലാകും. അച്ഛന് ആൾക്കാരുമായിട്ട് ബന്ധമില്ല, അച്ഛൻ നിങ്ങളുടെ സംഭാവനയോ പണവുമായിട്ട് ബന്ധമില്ല. അച്ഛൻ എൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടിയെല്ലാം കറക്റ്റായിരിക്കണം. പിന്നെ എന്താണ്? നിങ്ങളുടെ വിഷയത്തിൻ്റെ രേഖ ഉണ്ടാകണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് മനസ്സിലായില്ല എന്തിനാ പ്രാധാന്യമെന്ന്. എന്തിനാ പ്രാധാന്യം? വിഷയത്തിനാണ് പ്രാധാന്യം, വിഷയത്തിനാണ് പ്രാധാന്യം. കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, നിങ്ങൾ ആരായാലും, ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു
ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തി അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ ആൾക്കാരെ കാണുന്നത് സങ്കടമുണ്ടോ, സങ്കടമില്ലേ, അത്രയേ ഉള്ളൂ. രോഗമുണ്ടോ, രോഗമില്ലേ, ആ വിഷയത്തെ കാണുന്നത്. പക്ഷെ ആ വിഷയത്തിന് ഞങ്ങളെന്താ ചെയ്യണത്? ഞങ്ങൾ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും. കാരണം ഞങ്ങൾക്ക് വേറെ അനുഭവങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞാൻ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും. അപ്പോഴെന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾക്ക് എന്തു ചെയ്യണം? നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജെനുവിനാണോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ സഹിക്കുന്ന സഹനങ്ങൾക്ക് ആ സഹനത്തിൻ്റെ സമയത്ത് കൊളോസ്യസ് 1:11 അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം. അപ്പോൾ എന്ത് ജോലി, പ്രേക്ഷിത ജോലി ആയാലും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ആയാലും നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്നെങ്കിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള കുറവുണ്ടാകും. കാര്യം കർത്താവ് 30 മേനിയെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ 60 മേനിയെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ 100 മേനി. ഇപ്പോൾ ഞാൻ പറയും, യേശുവേ എല്ലാം കൂടി 100 മേനി എന്നൊക്കെ പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് 30 പറയണത്? അപ്പം ചില ആൾക്കാരുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവത്തിൻ്റെ അനുപാതമനുസരിച്ചും നിങ്ങളുടെ ഉടമ്പടിയിലുള്ള നിക്ഷേപം അനുസരിച്ച് കൊണ്ടും വിശ്വാസത്തിലുള്ള നിക്ഷേപം അനുസരിച്ച് കൊണ്ടുമാണ് ഈ മേനി വ്യത്യാസപ്പെടുന്നത്. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കർത്താവ് പറയും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ലൂക്കാ 7:28. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. മത്തായി 11:11. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ് 5:19 മത്തായി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇപ്പൊ രണ്ട് എൻ്റെ മനസ്സിലായില്ലേ? ആദ്യം വായിച്ച ഏതായിരുന്നു? മത്തായി 10:11. അത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. മത്തായി 5:19 വായിച്ചത് എന്താണ്? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. അപ്പോൾ ദൈവരാജ്യത്തിൽ തന്നെ വലുതും ചെറുതുമുണ്ട്. ഇത് എന്തിന് ആനുപാതികമായിരിക്കും? നമ്മൾ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിരിക്കും, അനുഗ്രഹത്തിനല്ല. ഈ ഭൂമി വെച്ച് അനുഗ്രഹം, ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് അനുഗ്രഹം കിട്ടും. അത് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും, ഭൗതിക ആനുകൂല്യങ്ങൾ. അത് നിരീശ്വരവാദികളും കിട്ടും. വിശ്വാസം ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ പാസ്സായി വന്നിരിക്കുന്ന പ്രധാനമന്ത്രി നിരീശ്വരവാദിയാണ് ഇല്ലേ? അപ്പോൾ നിരീശ്വരവാദിയാണെങ്കിലും ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടും. നമ്മൾ പറയുന്നത് ദൈവത്തെ അനുഭവിച്ച ആൾക്കാരുടെ ഏറ്റക്കുറച്ചിലാണ്. എന്താ അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഭൂമിയിൽ എന്ത് കിട്ടണമെന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, നിലവിലില്ല. ദൈവം ഈ ഉടമ്പടി ചെയ്യണത് എന്താണ്? ദൈവരാജ്യത്തിലെ വലിയവനുമുണ്ട് ചെറിയവനുമുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാകണത്? അവൻ ആർജിക്കുന്ന, അതാണ് കൊളോസ്യസ് 1:11 എന്താ വായിച്ചത് നമ്മൾ? സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും പറഞ്ഞേ
സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പോൾ ഒന്നിട്ട് വായിച്ചത്, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികമായി സർവശക്തിയിലും ബലം പ്രാപിക്കുന്നതിനാണ് നമ്മളെ കൃപയുടെ അഭിഷേകം എന്ന് പറയുന്നത്. ദൈവം കവനൻ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ശക്തി ധരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബലം പ്രാപിക്കുക. മനുഷ്യൻ ബലം പ്രാപിക്കുന്നത് ഒക്കെ നല്ല പ്രോട്ടീൻ കഴിച്ച് ജിംനേഷ്യത്തിൽ പോകുമ്പോഴാണ്. പക്ഷേ കൃപയുടെ ഉദ്ദേശം ആത്മാവിൻ്റെ ബലം പ്രാപിക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും. 23 വർഷമായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കുമ്പോൾ ഉടനെ ആ മാസം തന്നെ മക്കളുണ്ടാകണത്? അപ്പോൾ മാതാവ് കൊടുക്കണത്. അപ്പോൾ ഭൗതിക ആനുകൂല്യത്തിൽ ഈ ആൾക്കാരെ ഒരു പഞ്ഞവുമില്ല. പക്ഷെ ദൈവം ഉന്നം വെക്കുന്നത് അതല്ല. ഈ ഒരു സങ്കീർണമായ ഭൗതിക സാഹചര്യത്തിന് സമ്മർദ്ദം നൽകിയിരിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്താനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാണ് ഉടമ്പടി. പിടിയോ? അതെന്താ ചെയ്യണം? അതിന് സഹനത്തിന് ഒരു വ്യക്തിക്ക് എപ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് അഗൈൻ. വായിച്ചേ. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പൊ നിങ്ങൾ ബലം പ്രാപിക്കേണ്ടത് ഈ വാക്കും ദൈവരാജ്യം ബലവശമാക്കിയിരിക്കുന്ന വാക്കും സെയിമാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ദൈവരാജ്യം ബലവശമാക്കിയിരിക്കുന്ന ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ സ്നാപകയോഹന്നാന്റെ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ദൈവരാജ്യം ബലവാന്മാരാണ് പിടിച്ചടക്കുന്നത്. ഈ ബലമെന്ന് പറയണത് എന്താണെന്നാണ് ഈ പറയണത്. എന്താണ് ബലം? കൃപയാണ് ബലം. പിടിയാ. കൃപ നമ്മൾ ആർജിക്കുന്നതിന് ആനുപാതികം എന്താണ്? അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികമാണ്. അല്ലാതെ നമുക്ക് വേറെ തോതില്ല. കൃപയ്ക്ക് തോതില്ല. കൃപയ്ക്ക് കൊളോസ്യസ് 1:11 ഒരേ തോതേ വെച്ചിട്ടുള്ളൂ. എന്താണ്? അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികം. അത് 100 മേനിയാണ്. ഇതാണ് കർത്താവ് പറയണത്. നീതിമാന്മാർ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ ശോഭിക്കും. മത്തായി 13:43. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും എന്ന് പറഞ്ഞ. അപ്പോൾ നീതിമാന്മാർ തന്റെ പിതാവിന്റെ രാജ്യത്തിൽ നീതിനെ സൂര്യനെ പോലെ പ്രശോഭിക്കും. ഈ മത്തായി 13:43 ആണ് 1 കൊളോസ്യൻസ് 1:11. എന്താണ്? അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവം എന്ന് പറയണത് അത് സൂര്യനാണ്. അതിന് ആനുപാതികമായിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ സൂര്യനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. പത്രോസ് പറയും അത് 100 മേനിയാണ്. പക്ഷേ ഈശോയ്ക്ക് ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. എന്താണ്? ദൈവരാജ്യം നല്ല നിലത്ത് വീണത് 100 മേനിയും ചിലത് 60 മേനിയും ചിലത് 30 മേനിയും. അപ്പം മറ്റുള്ളവർ 30 മേനിക്കാർക്കും ചാൻസ് ഉണ്ട്. പക്ഷേ അതിന് ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൗലോസാണ് പറഞ്ഞിരിക്കണത്. 1 കൊരിന്ത്യർ 15:41 എന്താ പറയണത്? പുനരുദ്ധാനത്തിലെ ആത്മാക്കൾ ഇങ്ങനെ ഇരിക്കും. ചിലത് നക്ഷത്രങ്ങളെപ്പോലെ ഇരിക്കും, ചിലത് ചന്ദ്രനെപ്പോലെ ഇരിക്കും. അതാണ് 60 മേനി. നക്ഷത്രം 30 മേനി. പിന്നെ എന്താണ്? ചിലത്
സൂര്യനെ പോലെ ഇരിക്കട്ടെ. ഇതെവിടെ അതാകുമ്പോൾ 100 മേനി. 1 കൊരിന്തോസ് 15:41. 1 കൊരിന്തോസ് 15:41. സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ഭൂമിയിൽ ആർജിക്കുന്ന കൃപ ആർജിച്ചത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയണത്. അത് 1 കൊളോസർ 11 മനസ്സിലാക്കാൻ പറ്റാതെ സഹനത്തിന് സന്തോഷമുണ്ടാകും. എൻ്റെ മക്കളെ, നിങ്ങളുടെ സഹനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് വരെ കൃപ ആർജിക്കാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ അകത്ത്. ഇതൊരു മാത്തമാറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണിത്. നമ്മളെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കൊരു അമ്മായിയമ്മ, ഇപ്പം ഇന്നാൾ ഒരു ചെടുത്തി സാക്ഷ്യം പറഞ്ഞാൽ എന്താണ് സാക്ഷ്യം പറഞ്ഞാൽ? അച്ഛാ എന്താ പറഞ്ഞവർ? ഒരു അമ്മായിയപ്പം സാക്ഷ്യം പറഞ്ഞില്ലേ? എൻ്റെ മകളെ ഒരു കടുവാക്കാണ് കെട്ടിച്ചതെന്ന്. അപ്പം അച്ഛൻ വാപത്തി പിടിച്ച് മൈക്കും പോവാക്കി കളഞ്ഞ്. കാരണം കടുവ വേണം ഇവിടെ വന്ന് ഇവിടുത്തെ സ്റ്റാമ്പിനെ കൈകാര്യം ചെയ്യുന്ന മേക്കിൽ വെച്ചല്ലേ പറഞ്ഞത്. എൻ്റെ മകളെ ഒരു കടുവാക്കാണ് കെട്ടിച്ചത്. അപ്പം കടുവയായിരിക്കും. ഈ കടുവയെ നമ്മൾക്ക് പൂച്ചയാക്കാൻ പറ്റും, പുലിയെ പൂച്ചയാക്കാൻ പറ്റും. 2 തരത്തിലാണ് വരണത്. ഒന്ന്, കൃപയാർജിക്കുമ്പോൾ നിനക്കത് അവരുണ്ടാക്കുന്ന സങ്കടങ്ങൾ, സംഘർഷങ്ങൾ നിനക്ക് സന്തോഷമാക്കി തോന്നും. എന്താ കാര്യം? ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. അതാണ് സംഭവം. ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനം എന്ന് പറയണത് കർത്താവ് ഇനി ആർക്കും ഒന്നും അവിടെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇനി കർത്താവ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ആ റെക്കോർഡിൻ്റെ അപ്പുറത്ത് ഇനി ആർക്കും റെക്കോർഡ് ഇടാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആൾക്കാർ അവനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന്, നമ്മളെല്ലാ സംഭവം മരിച്ചോടുകൂടി തീരുമല്ല. ക്രിസ്തുവിൻ്റെ സഹനം മരിച്ചിട്ടും തീരണില്ല. അവിടെ അയ്യൻ്റെ 6 എഴുതി വെച്ചിട്ടുണ്ട്. അവൻ നോക്കിയിട്ട് വഴിയെ പോകുന്ന ആൾക്കാർ പറയും, എന്താ പറയണത്? ഇവൻ രാജാവല്ലേ, ഇവൻ എന്നാൽ പിന്നെ ഇവനെ രക്ഷിക്കാൻ പാടില്ല, ഞാൻ ഇറങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ അപ്പം മരിച്ചിട്ടും ആക്ഷേപിക്കുന്നതിലേക്ക് അവിടം വരെ എത്തിയിട്ടില്ല സെൻറ്റ് പോൾ പറയണത്. അവൻ മരണത്തോളോ തന്നെ താഴ്ത്തിയെന്നാണ് പറയണത്. പക്ഷെ അവൻ മരണത്തോളം അല്ല താഴ്ത്തിയത്, അവൻ മരണാനന്തരം തന്നെ താഴ്ത്തിയവനാണ് ക്രിസ്തു. കൈയടിച്ച് സുഖിക്കട്ടെ. ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരണാനന്തരവും ഇങ്ങനെ ഒരു തുണിയുടെ നഗ്നതയിൽ ഒരു കുറവിറച്ചിയായിട്ട് പെരുവഴി തൂങ്ങിക്കിടക്കുമ്പോഴും അവൻ മരിച്ചിട്ടും അവനെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾ പോകുന്നതായിട്ട് സുവിശേഷം പറഞ്ഞാണ് ഈ സുവിശേഷം എന്ന് പറയുന്ന മഹാസംഭവം അവസാനിക്കുന്നത്. അപ്പോൾ അവനും മരണാനന്തരവും തന്നെ താഴ്ത്തിക്കൊണ്ട് നമുക്ക് സഹനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസാനം മാതൃകയായിട്ട് അവൻ കാലത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. ഇവൻ്റെ അരൂപി നമ്മൾ സ്വീകരിക്കാനാണ് സതീഷിനോട് പരിശുദ്ധാത്മാ പറയണത്, ടേക്ക് ഹിസ് പാർട്ട്. എന്ത് മനോഹരമാണത് കേൾക്കാൻ ആ സാക്ഷ്യം. ഇവൻ്റെ അരൂപി, ഇവനാണ് ലോകത്തെ ജയിച്ചവൻ, അവനിൽ നിനക്കൊരു പങ്കാളിത്തം വേണമെന്ന് പറയും. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം ആദ്യം കൊടുക്കുന്നത് ക്രിസ്തുവിലുള്ള പങ്കാളിത്തമാണ്. കൈയടിച്ച് എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവെന്ന്.
കൊല്ലപ്പെട്ടാലും ബൈബിൾ അവസാനിക്ക് പറയും അവൻ കൊല്ലപ്പെട്ടിട്ട് നിന്നുവെന്ന് പറയും. എന്താ പറഞ്ഞിരിക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സഹനം അവനെ കത്തിച്ച് കളയണില്ല. കർത്താവ് പറയും മരണം, ഈ രോഗം മരണ കാരണമല്ല എന്ന് പറഞ്ഞ പോലെ ഈ സഹനം നമ്മുടെ നാശത്തിൻ്റെ കാരണമല്ല, മറിച്ച് രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാകുമ്പോഴാണ് സഹനം സന്തോഷമായിട്ട് മാറുന്നത്. എൻ്റെ ദൈവവേദനേ, ഈ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങണമെങ്കിൽ നീ ക്രിസ്തുവിനെയാണ് കവനന്റിൽ ഉടമ്പടി ലക്ഷ്യം വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവേ ലോകത്തെ സഹനത്തെ ജയിച്ച നിന്റെ നാമത്തിലെ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കാൾ നിന്റെ നാമത്തിന്റെ കൃപയാൽ, നാമത്തിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ഇത് കൊണ്ടാണ് ബൈബിളിലെ സഹനം സന്തോഷമാക്കുന്നതിന് വേണ്ടി ആന്തരിക സന്തോഷം, ഇത് ആന്തരിക സന്തോഷമാണ്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് നമ്മൾ 14-17 പറയണത് അല്ലേ. ദൈവരാജ്യം, അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയണത്. എന്താണ് ദൈവരാജ്യം? പറഞ്ഞേ. ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പൊ ആത്മാവ് സന്തോഷം കൈമാറുന്നത് ക്രിസ്തുവിന് നമ്മൾ പങ്കാളികളാകുമ്പോഴാണ്. ക്രിസ്തു എന്ന് പറയുന്നത് സകലത്തിനെ ജയിച്ച അവസാനത്തെ വിജയിയുടെ പേരാണ്. എല്ലാ സകല സാഹചര്യങ്ങളെയും അതിജീവിച്ച ഒരു യുണീക്ക് റെഡീമറായി ഈശോ മാറുന്നത് ഇവിടെ വെച്ചാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവേ നിൻ്റെ ബലം, നിൻ്റെ സഹനമല്ല. സഹനത്തിന് കൃപയ്ക്കും വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഒറ്റ വാക്ക് ബലമെന്നുള്ളതാണ്. എന്നെ ബലപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങളെ ഇപ്പോൾ ഉടമ്പടിയുടെ എന്തെങ്കിലും ഒരു വിഷയം, ഇപ്പം നിങ്ങൾ റിസൾട്ട് നോക്കി ഒരു വിഷയം പോയി, അപ്പോൾ എൻ്റെ ഉടനെ ഞാനിങ്ങനെ കൂട്ടുകാരുടെ മുമ്പിൽ നോക്കും, ഞാനിങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നോക്കും. ഞാൻ നാളെ കയറി പോകുന്നതാണ് പറഞ്ഞിരിക്കണത്, ഞാൻ ലോൺ എടുത്ത് പോയില്ല, 20 ലക്ഷത്തിൻ്റെ പലിശ ഞാൻ കൊടുക്കണമില്ല. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പട്ടി മോങ്ങണ പോലെ മോങ്ങരുത്. കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നിങ്ങളുടെ വിഷയം കണ്ടില്ലെങ്കിൽ കർത്താവ് കാണുന്നുണ്ട് എല്ലാ കാര്യം. കർത്താവിന് പദ്ധതിയുണ്ട്. നീ ചിലപ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ, ഈ സമയത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അവിടെ അതിൻ്റെ അക്കോമഡേഷൻ കിട്ടിയില്ലെന്ന് വരും, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. നിന്നെക്കാളുന്നെല്ലാം നിൻ്റെ വഴി കർത്താവിനറിയാം. അതിന് കർത്താവ് നിൻ്റെ വഴി കർമ്മീകരിക്കുകയാണ്. അപ്പം നീ എന്താ പറയേണ്ടത്? എൻ്റെ ഫയൽ കർത്താവ് എടുക്കണവരെ എന്നെ ബലപ്പെടുത്തണമേ. ബലപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ സഹനങ്ങൾക്ക് ആനുപാതികമായ കൃപ നൽകണമേ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലെ ക്രിസ്തു സന്തോഷിച്ചതുപോലെ എന്നെയും എൻ്റെ സഹനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കൈയടിക്കട്ടെ. സഹനത്തിലുണ്ടായിരുന്ന സന്തോഷം നൽകി ഞങ്ങളുടെ സമൂഹത്തെ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിങ്ങളുടെ ജീവിത ദുരിതങ്ങളുടെ മേൽ ദൈവിക ആധിപത്യം പ്രാപിക്കുന്ന
ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. ഓൺലൈനിൽ ഈ പ്രാർത്ഥന കൂടുന്നവർ എന്നെല്ലാം കൂടിയാലും ഇതേ അനുഭവത്തിൽ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യപ്പെടും. കാര്യം ഇത് ഉടമ്പടി ആരാധനയാണ്. ആരാധന പോലും ഉടമ്പടി എന്ന പദ്ധതിയിൽ ഇൻഷുറാണ്. അതുകൊണ്ടാണ് കാലാതീതമായി നിന്നെ ഈ ആരാധന സഹായിക്കുന്നത്. എൻ്റെ മക്കളെ, കൈകളടച്ച് കൈകൾ കൂപ്പി ആദരവോടെ നിൽക്കുക. കർത്താവിൻ്റെ സന്ദർശന സമയമാണ്. രക്ഷയുടെ ദിനങ്ങൾ നീ ആരംഭിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ 10,000 കാലുകുത്തിയിട്ട് അനുഗ്രഹം പ്രാപിച്ച മണ്ണിലേക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സന്നിധാനത്തിലേക്ക് ഈ കാലത്ത് ദൈവം നിന്നെ ക്ഷണിച്ചിരിക്കുന്നത് ആകസ്മികമായി സംഭവിച്ചതല്ല. ദൈവത്തിൻ്റെ കരുതിക്കൂട്ടിയുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള പരിപാലനയുടെ ഭാഗമാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കടങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, മറ്റുള്ളവർ നിന്നെ കേസിൽ പെടുത്തിയിരിക്കാം. നിന്റെ ഭർത്താവ് സഹോദരങ്ങളുടെ പോസ്കോ കേസിൽ ജയിലിലാകാം. എന്തുമാകട്ടെ, ഈ കാലം കടന്നു പോകും. കാര്യം ഇതെല്ലാം ജയിച്ചവനാണ് ക്രിസ്തു. ധൈര്യമായിരിക്കും. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുമെന്ന് പറഞ്ഞവൻ്റെ സന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത്. നിനക്ക് ദാനമായി അവനെ അനുഭവിക്കാൻ വേണ്ടി ദൈവം നിനക്ക് നൽകിയ ദാനമായി നൽകിയ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് പരിശുദ്ധ അമ്മ. അമ്മ തൻ്റെ ദൈവിക ദൗത്യം നിർവഹിച്ച ദൈവിക ഉടമ്പടിയിലാണ് നിന്നെ ഇപ്പോഴ് പങ്കാളിയാക്കിയിരിക്കുന്നത്. നീ ഉടമ്പടിയെ പരിചയപ്പെട്ടോ, പരിശുദ്ധ അമ്മയെ പരിചയപ്പെട്ടോ, യേശുവിനെ കുറിച്ച് കേട്ടോ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒരു കൈ വലത് കൈ ശിരസിലും ഇടത് കൈ നെഞ്ചിലും ചേർത്ത് പിടിക്കുക. കർത്താവേ, വിശ്വാസത്തിൽ നിന്റെ അവകാശമായ മക്കള് നിന്റെ പരിശുദ്ധ ദൈവമാത പ്രത്യക്ഷപ്പെടുവാൻ നീ അനുഗ്രഹം നൽകിയ വിശുദ്ധമായ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ കണ്ണീരിൻ്റെ കാലത്ത് നിന്ന് നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ആഗ്രഹിന്റെ ദൈവമേ, എല്ലാവരും പരിത്തത്തിയായി മരുഭൂമിയിലേക്ക് വലിച്ചെറിയുമ്പോഴും കുളിർജലമായി നീ മരുഭൂമിയിൽ ഒഴുകി വന്ന ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മേഘസ്തംഭമായി തണലേക്ക് നയിച്ച ദൈവമേ, ഹൊറേബിലെ മുൾമരമെരിയാതെ എരുതി നടുവിൽ നീ ജ്വലിച്ചു നിന്ന ദൈവമേ, നിന്റെ ദിവ്യ സാന്നിധ്യമായി ഇത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് കടലിൽ നടന്നുകൊണ്ട് കടലിനെ ശാന്തമാക്കിയ പരിശുദ്ധ ദിവ്യകൃപാനെ നിനക്ക് നേരവും ആരാധനയും സ്തുതിയും സ്തോത്രമുണ്ടാകട്ടെ. സ്തുതിക്കട്ടെ. ഒരുമിച്ച് പാടുക. വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുമുറുവാർന്ന വലതുകരം ഈ മക്കളിലേക്ക് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. സത്യബന്ധങ്ങൾ കർത്താവിനൊപ്പം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. പേശികളിലെ കർത്താവിനൊപ്പം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിനൊപ്പം നിറയട്ടെ. എല്ലാ കോശങ്ങളിലും പെശികളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിനൊപ്പം നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിനൊപ്പം നിറയട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ
കർത്താവേ, ഈ മക്കളുടെ മേലെ ദൈവിക ശക്തി ഒരുക്കണമേ. എല്ലാ കൊശങ്ങളിലും പെസ്റ്റുകളിലും ദൈവിക ശക്തി ഒരുക്കണമേ. മാർഗരോഗങ്ങള്, തീരാവേദ്യങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ആരാധന. എല്ലാ രോഗദുരിതങ്ങളും മാറിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. അപ്പാ ദേവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൈകള് ഈ മക്കളുടെ മേലെ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഈ മക്കളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്ത മക്കള്, പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആശങ്കയോടെ ജീവിക്കുന്ന മക്കള്, ജപ്തി നടപടികളെ നേരിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മക്കളെ കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, ഭക്ഷണം സമാധാനത്തോടെ കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങി നടക്കുന്ന മക്കള്, കർത്താവേ, ഒരു മകനെപ്പോലും കൈവിടാത്തവനെ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്ന ആശ്വസിപ്പിക്കുന്നവനെ നിന്റെ തിരുമുറുപാർന്ന് വരഞ്ഞു കയറുത്ത കർത്താവേ, മക്കളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഇവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും ഈ മണ്ണിൽ ചവിട്ടി പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുള്ള എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ അടയാളങ്ങൾ പതിയട്ടെ. യേശുവിന്റെ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്തോഷം നിറഞ്ഞ സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവേ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയതിനോർത്ത് ബന്ധിക്കുന്നവരുണ്ട്, മക്കള് വിളിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്, മക്കള് ഇപ്പോഴും അംഗീകരിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്, കൈവിട്ടു പോയ പോലെ തോന്നണവരുണ്ട്. കർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വഴി നടക്കാൻ പറ്റാത്ത സ്ഥല അവസ്ഥയിൽ കണ്ടവൻ്റെ പുരിടത്തിലാകുമ്പോൾ എപ്പോഴും സംഘർഷത്തിൽ ജീവിക്കുന്നവരുണ്ട്. രേഖകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, കാണാതെ പോയ വസ്തുക്കളും കാണാതെ പോയ വ്യക്തികളുമുണ്ട്. സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാൻ യാതൊരു മാർഗം കാണാത്തവരുണ്ട്, വിവാഹം താമസിച്ച് പോകുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരെയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കർത്താവെ, അങ്ങ് ലോകത്തിന് അങ്ങേ അവർ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയുടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട്, ഭക്ഷണ പഥ്യമുള്ളത് കാരണം രോഗങ്ങൾ കാരണം ശരീരത്തിന് മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ തളർന്നു പോയവരുണ്ട്. കർത്താവെ, എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയട്ടെ. മരുന്ന് ലേവനമല്ല കർത്താവെ, അങ്ങനെ ഒരുപാട് മക്കളെ സുഖപ്പെടുത്തെങ്കിൽ ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി എല്ലാ മക്കൾക്കും സൗഖ്യം നൽകട്ടെ, ശ്രദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് നാമത്തെ ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൂപ്പി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക.
സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ കുരിശോട് ചേർത്തുകൊണ്ട് നിത്യത വരെ ഈശോയെ നിന്നെ ലക്ഷ്യമാക്കി മാത്രം യാത്ര ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സഹന സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ നിൻ്റെ രാജ്യം കൈവശപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിൻ്റെ കൃപ വന്ന് നിറഞ്ഞ് നിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയോടെ പിതാവിൻ്റെ കൃപയിലേക്ക് മുന്നേറുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, ആമേൻ.